ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അർച്ചനയും അതുപോലെ തന്നെ ചന്ദ്രലേഖയും നേർക്കുനേർ ഏറ്റുമുട്ടാനായിട്ട് തയ്യാറാവുന്നുണ്ട്. ചിന്മയെ തല്ലിയതിൻ്റെ ആ ഒരു വാശിയും വൈരാഗ്യം തീർക്കാനായിട്ട് തന്നെ അർച്ചനയും ഒരുമ്പെട്ട് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ക്ഷേത്രത്തിലെ വടംവലി മത്സരത്തിന് ഞാൻ പങ്കെടുക്കും, അതിൽ തീർച്ചയായിട്ടും വിജയം അഡ്വക്കേറ്റ് അർച്ചനയോടൊപ്പം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെന്നുണ്ടെങ്കിൽ ചന്ദ്രലേഖയാണെങ്കിൽ വാശിക്കൊട്ടും പുറകിലില്ലാതെ അവിടെ എന്തായാലും ഞാൻ തോൽപ്പിച്ചിരിക്കും എന്നൊക്കെ മഞ്ജുവിനോട് പറഞ്ഞ് മഞ്ജുവായിട്ടുള്ള ആ ഒരു രഹസ്യബന്ധം ഇത് വ്യക്തമായി കാണിക്കുന്നുണ്ട്. അവൾക്കൊരു സ്വർണ്ണ മാലയൊക്കെ സമ്മാനമായി കൊടുത്ത് തൻ്റെ വരുതിയിലാക്കാനായിട്ട് ചന്ദ്രലേഖ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ മഞ്ജു വീഴുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഈ ചന്ദ്രലേഖയോടൊപ്പം നിന്നാൽ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും. എന്തായാലും ഞാൻ അവർക്കൊപ്പമേ നിൽക്കുകയുള്ളൂ. അർച്ചന ചേച്ചി ഇനി എന്ത് ഇവിടെ ചെയ്താലും എന്ത് ഇവിടെ സംസാരിച്ചാലും ഞാനത് ആ ചന്ദ്രലേഖയ്ക്ക് അറിയിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വടംവലി മത്സരം നടക്കുന്നുണ്ട്. നമ്മുടെ ചന്ദ്രലേഖയുടെ ആവശ്യപ്രകാരം മഞ്ജുവിന് ഒരു മയക്കുമരുന്ന് അർച്ചനയ്ക്ക് കലക്കി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് മഞ്ജുവിനോട്. അത് മഞ്ജു ആ സമയത്ത് ചെയ്യുന്നുമുണ്ട്. ഇതൊന്നും അറിയാതെ മഞ്ജുവിനെ വിശ്വസിച്ച അർച്ചന ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം അഞ്ജുവിനോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ആ വടംവലി മത്സരത്തിന് അറിയിപ്പ് നൽകുന്നുണ്ട്. ഇങ്ങനെ ആദ്യത്തെ ടീമും രണ്ടാമത്തെ ടീമും വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അർച്ചനയും അതുപോലെ തന്നെ അവളുടെ കൂട്ടരും ആ വടംവലി മത്സരത്തിനായിട്ട് തയ്യാറെടുത്ത് വരുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ടീമായ ചന്ദ്രലേഖയുടെ ടീമിനെയും വരവേൽക്കുന്നുണ്ട്. ചന്ദ്രലേഖയാണെന്നുണ്ടെങ്കിൽ ഒരു പുച്ഛിച്ചൊരു ഭാവമായിരുന്നു. കാരണം അവൾ എന്തായാലും തോക്കാൻ പോകണം, എൻ്റെ പ്ലാന് ജയിക്കും, ആ മയക്കുമരുന്ന് കുടിച്ച് അവൾ മയങ്ങി വീഴും, ഈ വാശിയേറിയ മത്സരത്തിൽ അവൾ തോൽക്കും, അഡ്വക്കേറ്റ് അർച്ചന എന്ന് മുറവിളി കൂട്ടുന്ന ഈ ആളുകളുടെ മുന്നിൽ അവൾ നാണം കെട്ട് തോറ്റ് തുന്നം പാടും എന്നൊക്കെയുള്ളൊരു ധൈര്യത്തിൽ തന്നെയാണ് ചന്ദ്രലേഖയും കൂട്ടരും മുന്നോട്ടേക്ക് വരുന്നത്. അങ്ങനെ ആ ഇടത്ത് വെച്ച് തന്നെ രണ്ടുപേരും കൈകൾ കോർത്ത് ഒരു മത്സരം തുടങ്ങാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രലേഖ അർച്ചനയോട് പറയുന്നുണ്ട്, എടി നീ എന്തായാലും ഇതിലൊന്നും ജയിക്കാൻ പോകുന്നില്ല. അഡ്വക്കേറ്റ് അർച്ചന എന്ന് ഇവിടെ നിനക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ടല്ലോ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ നീ തോറ്റിരിക്കും, ഞാൻ തോൽപ്പിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അർച്ചന പറയുന്നുണ്ട്, അത് നിൻ്റെ വ്യാമോഹമാണ് മോളെ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ ഇവിടെ ജയിച്ചിരിക്കും, നീ എൻ്റെ മോളെ തല്ലിയത് ഇനിയും ഞാൻ മറന്നിട്ടില്ല, അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഞാൻ എനിക്ക് ഈ തോൽവിനെ സമ്മാനിക്കാൻ പോകുന്നത്, നീ കണ്ടോ, നീ കരുതിയിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട് ചന്ദ്രലേഖ, എടി നീ തോൽക്കും, നീ ഈ മത്സരത്തിൽ തോറ്റാൽ ഈ ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ നിൻ്റെ കർണത്തടിക്കും, കർണം പുകയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കാണാം ആരുടെ കർണമാണ് പുകയ്ക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആ ഒരു വാശിയേറിയ മത്സരം ആരംഭിക്കുന്നുണ്ട്. രണ്ട് കൂട്ടരും വാശിയിലൊട്ടും പുറകോട്ടേക്കില്ലാതെ ആ വടംവലി മത്സരം തുടങ്ങാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മഞ്ജു ആ തിരക്കിനിടയിൽ നമ്മുടെ അർച്ചനയ്ക്ക് ആ ഒരു പൊടി കലക്കി ആ ഒരു ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആര് ജയിക്കും, ആര് തോൽക്കും, നമ്മുടെ അർച്ചനയ്ക്കൊപ്പം തന്നെയായിരിക്കും എന്തായാലും വിജയം ഉണ്ടാവുക. മഞ്ജുവിൻ്റെ കള്ളക്കളി, ചന്ദ്രലേഖയുടെയും കള്ളക്കളി തിരിച്ചറിയുമോ എന്ന് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം.